حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى صلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്ത് എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, അതെല്ലാം അള്ളാഹു സ്വീകരിക്കണം എന്നില്ല. ഒരുപക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്ന നന്മകൾക്ക് ഈ ദുനിയാവിൽ അതിൻ്റെ പ്രതിഫലം നൽകുകയും പരലോകത്ത് അതിന് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്തേക്കാം. പരലോകത്ത് അള്ളാഹുവിന് നന്മയ്ക്ക് പ്രതിഫലം നൽകണമെങ്കിൽ, അത് സ്വീകരിക്കണമെങ്കിൽ 3 ഷർത്തുകളാണ് ഇസ്ലാം പഠിപ്പിച്ചത്, 3 നിബന്ധനകൾ. ഒന്നാമത്തെ ഷർത്ത് ഈമാനോടെ സൽക്കർമ്മം അനുഷ്ഠിക്കുക എന്നതാണ്. കൃത്യമായ ഈമാനോടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണ് അമില സ്വാലിഹൻ,
അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട് ആരാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്? ഫലനുഹ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് നാം വിശുദ്ധമായ ഒരു ജീവിതം നാം അവന് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച നല്ല പ്രവർത്തനത്തിനനുസരിച്ച് നാം അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പൊ പ്രതിഫലം ലഭിക്കുക ആർക്കാണ്? ഹയാത്തൻ ത്വയ്യിബ, വിശുദ്ധ ജീവിതം അള്ളാഹു പരലോകത്ത് സൽക്കർമ്മങ്ങൾക്ക് ബദലായി, പ്രതിഫലമായി അള്ളാഹു നൽകുക ആർക്കാണ്? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചവർക്കാണ്, ഈമാനോടെ സൽക്കർമ്മം പ്രവർത്തിച്ചവർക്കാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ പരലോകത്തിൽ വിശ്വസിക്കുകയും പ്രതിഫല നാളിൽ വിശ്വസിക്കുകയും തങ്ങൾ അനുഷ്ഠിച്ച പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണമെന്ന അപാരമായ ആഗ്രഹത്തോടു കൂടി സൽക്കർമ്മം ചെയ്യുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൽക്കർമ്മം സ്വീകരിക്കാൻ ഒന്നാമത്തെ നിബന്ധനയായിട്ട് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത്. ഇനി രണ്ടാമത്തെ നിബന്ധന എന്താ? അത് ഇത്തിബാഅാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെയേ സൽക്കർമ്മം ചെയ്യാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണവും കൈഫിയത്തും രൂപവും അതിന്റെ സമയവും സന്ദർഭവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ആയിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു മാതൃകയിലൂടെ ഒന്നും ചെയ്താൽ അള്ളാഹു സൽക്കർമ്മമായിട്ട് സ്വീകരിക്കൂല. നോമ്പായിരിക്കും, പക്ഷെ റസൂലുള്ളാഹി നോൽക്കാൻ പഠിപ്പിക്കണം. നമസ്കാരമായിരിക്കും, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ദിക്റായിരിക്കും, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റായിരിക്കണം. അതുപോലെ തന്നെ സ്വലാത്തായിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിരിക്കണം. പഠിപ്പിക്കാത്ത നിസ്കാരം നിസ്കരിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂല, സൽക്കർമ്മമായിട്ട് സ്വീകരിക്കൂല. പഠിപ്പിക്കാത്ത നോമ്പ് നമ്മൾ ചെയ്താൽ, അനുഷ്ഠിച്ചാൽ അള്ളാഹു സ്വീകരിക്കില്ല. പഠിപ്പിക്കാത്ത ദിക്റുകൾ, പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അതിന് പ്രതിഫലം അള്ളാഹു നൽകില്ല. കാരണം ഒരു കാര്യം, ഒരു പ്രവർത്തനം സൽക്കർമ്മമാകണമെങ്കിൽ രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഅാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. വമാ ആതാകുമുർ റസൂൽ, റസൂൽ എന്ത് കൊണ്ടുവന്നുവോ ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കുക. റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കുക. വമാ നഹാകും അൻഹു, നിങ്ങളെ തൊട്ട് റസൂൽ എന്ത് വിരോധിച്ചുവോ ഫൻതഹു, അത് നിങ്ങൾ വെടിയുക, അത് നിങ്ങൾ നിരോധിച്ചതായി സ്വീകരിക്കുക. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, പടച്ചവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധ്യത്തോടെ പടച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം. റസൂലുള്ള കൊണ്ടുവന്നത് സ്വീകരിക്കണം. റസൂലുള്ള അതിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് നിസ്കാരമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആ നിസ്കാരം ഏത് സമയത്ത് നിസ്കരിക്കണം, ഏത് രൂപത്തിൽ നിസ്കരിക്കണം, എത്ര തവണ ആവർത്തിക്കണം, എത്ര തവണ ചെയ്യണം, ഇതൊക്കെ പഠിപ്പിക്കാനാണ്. അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനകൾ, ദിക്റുകൾ, അതെങ്ങനെ ആരംഭിക്കണം, അതെങ്ങനെ അവസാനിപ്പിക്കണം, അതിൻ്റെ ഓരോ ചലനവും എങ്ങനെ എന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചെയ്താൽ അത് റസൂലുള്ള പഠിപ്പിച്ച നിസ്കാരം പോലെ ഉണ്ടെങ്കിലും അള്ളാഹു സ്വീകരിക്കൂല. ലൊഹർ അള്ളാഹുവിന്റെ റസൂൽ 4 റക്അത്താണ് നിസ്കരിച്ചത്. 4 റക്അത്തിൽ നിന്ന് ഒരു സുജൂദ് കുറഞ്ഞാൽ, ബോധപൂർവം ഒരു സുജൂദ് നമ്മൾ കുറച്ചാൽ, അല്ലെങ്കിൽ ഒരു സുജൂദ് നമ്മൾ ബോധപൂർവം വർദ്ധിപ്പിച്ചാൽ, നിസ്കാരല്ലേ, റുക്കൂ അല്ലേ, സുജൂദല്ലേ, ഇഅ്തിദാലല്ലേ, ഖിയാമല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, റസൂൽ കൊണ്ടുവന്ന രൂപത്തിൽ, കൊണ്ടുവന്ന മാർഗത്തിൽ, കൊണ്ടുവന്ന നിലയിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച കാര്യം അവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിച്ചേക്കണം. ഇതാണ് ഇത്തിബാ. ഇതുണ്ടെങ്കിലേ സ്വീകരിക്കൂ. ഇനി ഞാൻ നോമ്പ് നോൽക്കുമ്പോൾ റസൂൽ കൊണ്ടുവന്ന നോമ്പാണോ,
എങ്കിലേ അള്ളാഹ് സ്വീകരിക്കും. റസൂലുള്ള പഠിപ്പിക്കാത്ത, റസൂലുള്ള ജീവിതത്തിൽ അനുഷ്ഠിച്ചില്ലാത്ത ഒരു നോമ്പ് കൊണ്ട് ഞാൻ പരലോകത്ത് ഒന്നും സമ്പാദിക്കാൻ പോകുന്നില്ല. അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത എത്ര നോമ്പുകൾ ജനങ്ങൾ പിന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര നോമ്പുകൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളയിൽ നിന്ന് സ്വഹീഹായ സനദോടെ വരാത്ത നോമ്പുകൾ. വേണ്ട, ഏറ്റവും അധികം നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഏതാ? റസൂലുള്ളയിൽ നിന്ന് സ്വഹീഹായ സനദോട് കൂടി പഠിപ്പിക്കപ്പെട്ട സ്വലാത്താണോ? അല്ല, റസൂലുള്ളയിലേക്ക് സനദ് പോലും ഇല്ലാത്ത സ്വലാത്ത്. അങ്ങനെ ഉണ്ടല്ലോ, സനദ് ഉണ്ടാവും, ദുർബലാകും. അങ്ങനെയാണ് നമ്മൾ തള്ളുക. സനദ് ഉണ്ടാകും, മർഫൂ എന്നായിട്ട് പറയാം. റസൂലിലേക്ക് മടങ്ങിയിട്ടുണ്ടാവും, മർഫൂ ആണ്, സനദ് മർഫൂ ആണ്, മടങ്ങിയിട്ടുണ്ട്. പക്ഷെ സനദിന്റെ ഇടയിൽ ദുർബലന്മാരോ കദ്ദാബുകളോ സ്വീകരിക്കാൻ പറ്റാത്ത നിലവാരമുള്ള റാവിമാരുണ്ടാവും. അപ്പോ ആ ഹദീസ് സനദുണ്ട്, മർഫൂ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? തള്ളും, സ്വീകരിക്കൂല. കാരണം അള്ളാഹ് റസൂലിന്റെ പേരിൽ വർത്തമാനം പറയാൻ ചില യോഗ്യതയൊക്കെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഖബർ, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യുന്നവനും ചില യോഗ്യത വേണം. ആ യോഗ്യതക്ക് താഴെയുള്ളവനിൽ നിന്ന് സ്വീകരിക്കൂല. നിങ്ങൾക്കറിയോ, ചിലപ്പോ പിന്നെ ചില റാവിമാരുണ്ട്, അത്ഭുതം തോന്നും. ഹദീസ് നിദാന ശാസ്ത്രം എത്ര സൂക്ഷ്മമായിട്ടാണ് അവർ പ്രവാചകനിൽ നിന്നുള്ള ഹദീസിനെ അരിപ്പ വെച്ച് ഫിൽറ്റർ ചെയ്തെടുത്തത്. ചില റാവിമാരുടെ കഥ നിങ്ങൾക്കറിയാം. ചില റാവിമാരുടെ ഒരു കാലഘട്ടം വരെയുള്ള ഹദീസ് സ്വീകരിക്കും, അതിന് ശേഷമുള്ള ഹദീസ് സ്വീകരിക്കൂല. അതിനുശേഷമുള്ള ഹദീസ് സ്വീകരിക്കില്ല. കാരണം എന്താ? അവരുടെ ഓർമ്മയെ സംബന്ധിച്ച് ചില കംപ്ലൈന്റുകൾ ഇന്ന പ്രായത്തിന് ശേഷം വന്നു. ഇന്ന പ്രായത്തിന് ശേഷം അവരുടെ ഓർമ്മ ശക്തിയെ സംബന്ധിച്ച്, അഥവാ തനിക്ക് ആരാണ് ഈ ഹദീസ് പറഞ്ഞത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത വിധത്തിൽ ഓർമ്മ പെശക് വന്നിട്ടുണ്ടാവും. ആ റാവിമാരുടെ ഓർമ്മയുള്ള കാലം ബാക്കി എല്ലാം കൊണ്ട് അവരൊക്കെയാണ്. തഖ്വയുണ്ട്, സൂക്ഷ്മതയുണ്ട്, അദലുണ്ട്, നീതിയുണ്ട്, എല്ലാമുണ്ട്, അള്ളാഹുവിന് ഭയമുണ്ട്, സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളാണ്. പക്ഷേ ചെറിയൊരു ഓർമ്മ പെശക്, എനിക്ക് ആരാണ് പറഞ്ഞു തന്നത് എന്ന് പറയാൻ ഓർമ്മ മറന്നുപോവാ. ഇങ്ങനെ വന്നാൽ അവരെ ഹദീസ് സ്വീകരിക്കൂല, തള്ളും. പക്ഷെ അവർക്ക് ഓർമ്മയുള്ള കാലത്തോ ആ ഹദീസ് സ്വീകരിക്കുകയും ചെയ്യും. ഇത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ എങ്ങനെ വരണം, എത്ര സൂക്ഷ്മമായിട്ട് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ കണ്ടവനും കേട്ടവനുമൊക്കെ റസൂലുള്ളാഹിന്റെ പേരിൽ അടിച്ചുവിട്ട കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ അരിപ്പ വെച്ച് ഫിൽറ്റർ ചെയ്ത് അരിച്ചെടുത്തിട്ടാണ് മുഹദ്ദിസുകൾ നമുക്ക് ഇസ്ലാമിന്റെ ഫിഖ് പറഞ്ഞു തന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതോ മർഫൂ ആയിട്ടുള്ള പരമ്പര. അള്ളാഹ് റസൂലിലേക്ക് സനദുണ്ടാവും, കണ്ണിണ്ടാവും, ഹദീസ് പറഞ്ഞ കണ്ണിണ്ടാവും. പക്ഷേ ഇതുപോലെ ആരെങ്കിലും ദുർബലന്മാരായിരിക്കും, അത് സ്വീകരിക്കൂല. ഇപ്പൊ നമ്മളെ നാട്ടിലെ നോമ്പുകൾ പലതും മുർസലായ സനദാണ്. മുർസലായ സനദ് എന്ന് പറഞ്ഞ് മുറിഞ്ഞു പോയിട്ടുണ്ടാവും കണ്ണി. ആ ഒരു നിമിഷം കഴിഞ്ഞാൽ, ഒരു ശ്രേണി കഴിഞ്ഞാൽ പിന്നെ കണ്ണിയില്ല, പിന്നെ അതിന്റെ മേലെ കാളില്ല. ഇങ്ങനെ മുറിഞ്ഞ് റസൂലുള്ളയിലേക്ക് എത്താത്ത കള്ള ഹദീസുകൾ, പ്രവാചകനിലേക്ക് ചേർത്ത് പറയാൻ പറ്റാത്ത, ശ്രേണികളില്ലാത്ത കള്ള ഹദീസുകൾ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾ കൂട്ടത്തിലുണ്ട്. അത് സ്വീകരിക്കുമോ? നോക്ക്, ഇസ്ലാമിന്റെ മാത്രം സവിശേഷത ഇന്ന്. പണ്ടോ എല്ലാ നബിമാരുടെയും സവിശേഷത ആയിരുന്നു അവരുടെ ദീനിന്റെ. പക്ഷെ ഇന്ന് ഇസ്ലാമിന്റെ മാത്രം സവിശേഷത എന്താ? ഒരു നല്ല കാര്യം സൽക്കർമ്മമാക്കാൻ വ്യക്തിക്ക് അവകാശമില്ല. വ്യക്തി സൽക്കർമ്മം സ്വീകരിക്കാൻ, വ്യക്തി സൽക്കർമ്മം സൃഷ്ടിക്കുന്ന നിലപാട്, അവൻ സൽക്കർമ്മം നിർമ്മിക്കുന്ന നിലപാട് ഇസ്ലാം എതിർത്തു. അത് പറയാൻ ആണ് റസൂലുള്ളാഹ്. ഇനി അത് എത്രത്തോളം എന്ന് പറഞ്ഞാലോ അത്രത്തോളം നന്മയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്താണ് സുബഹി നിസ്കരിച്ചത്. 2 റക്അത്ത് നിസ്കരിക്കലാണ് നന്മ. 3ാമത്തെ റക്അത്ത് നിസ്കരിച്ചാൽ മഹാപാപമാണ്. ഇത് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ്. 3ാമത്തെ റക്അത്ത് സുബഹിക്ക് 1 റക്അത്ത് കൂടുതലല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലത്തെ റക്അത്ത് തന്നെയല്ലേ? അതിൽ ഇഅ്തിദാലില്ലേ, അതിൽ ഖിയാമില്ലേ, അതിൽ റുകൂഇല്ലേ, അതിൽ സുജൂദില്ലേ? റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു രൂപ വ്യത്യാസമില്ല. പക്ഷേ എണ്ണ വ്യത്യാസം വന്നു. രൂപം മാത്രമല്ല എണ്ണം.
ആ എണ്ണം മാത്രമല്ല, അതിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകൾ, സുജൂദിൽ ചെല്ലാൻ പറഞ്ഞ ദിക്ർ അത് സുജൂദിൽ, അത് ഖിയാമിൽ ചെല്ലാൻ പറ്റൂല. ഖിയാമിൽ നമ്മൾ ചെയ്യും എന്താ? സൂറത്തുൽ ഫാത്തിഹ. അത് കേറിയിട്ട് സുജൂദിൽ ഓതാൻ പറ്റൂല. നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. ഇതാണ് ഇസ്ലാം. എല്ലാ നിലക്കും ഏത്, എങ്ങനെ, എത്ര, എപ്പോൾ, എവിടെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് സൽക്കർമ്മമായിട്ട് മാറുക. അല്ലാത്തത് ഇസ്ലാം സ്വീകരിക്കൂല. ഇത് ഇസ്ലാമിന്റെ പ്രത്യേകത. അപ്പൊ രണ്ടാമത്തെ നിബന്ധന, എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പിൻപറ്റുന്നത് അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും കർമ്മങ്ങൾ സൽക്കർമ്മമായി സ്വീകരിക്കുക. ഇനി മൂന്നാമത്തേത് ഇത് രണ്ടുമുണ്ടായ, ഈമാനുണ്ടായി, ഇഖ്ലാസ് ഉണ്ടായി, ഇത് രണ്ടുമുണ്ടായിട്ട് കാര്യമില്ല. മൂന്നാമത്തെ ഒരു ക്വാളിറ്റി കൂടി ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ വേണം. അതാണ് ഇഖ്ലാസ് എന്ന് പറയാം. ഇഖ്ലാസ് എന്ന് പറയാ. നല്ല ഈമാനോടെ ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപ്പടി പിൻപറ്റിയിട്ട് റസൂലുള്ള തുടങ്ങിയതുപോലെ തുടങ്ങി, റസൂലുള്ള ചലിച്ചതുപോലെ ചലിച്ചു, റസൂലുള്ള ഒതുക്കം നടിച്ചതുപോലെ ഒതുക്കം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ച അതേ സമയവും സന്ദർഭവും കൈഫിയത്തും എല്ലാം അതുപോലെയാണ്. റസൂലുള്ള അവസാനിപ്പിച്ച പോലെ അവസാനിപ്പിച്ചു. സ്വീകരിക്കോ? ഒരു നിബന്ധന കൂടി വേണം. ഒരു നിബന്ധന, അതേതാ? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തുബ്തിലു സ്വദഖാതികും, നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങൾ ഈമാനോടെയും ഇത്തിബാഓടെയും ചെയ്ത സ്വതക്കയാണ്. ഈമാനും ഒക്കെയാണ്, ഇത്തിബാഉം ഒക്കെയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? ബിൽ മന്നി വൽ അദാ, നിങ്ങൾ എടുത്തു പറഞ്ഞും ഉപദ്രവമുണ്ടാക്കിയിട്ടും നിങ്ങൾ അത് ബാത്തിലാക്കി കളയരുത്. എടുത്തു പറഞ്ഞിട്ട് ഒരു ദാനധർമ്മം ചെയ്താൽ അത് ആളുകളെ അറിയിക്കുക, അത് വാങ്ങിയവനെ ബുദ്ധിമുട്ടിക്കുക. ആ രൂപത്തിൽ ദാനധർമ്മം ചെയ്താൽ ആ ദാനധർമ്മം അല്ലാഹു സ്വീകരിക്കില്ല. കല്ലദീ യുൻഫിഖു മാലഹു റിയാഅൻ നാസ് വലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ ഈ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്ന, ചെലവഴിക്കുന്ന, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, അവരെ പോലെ നിങ്ങൾ ആവരുത്. ഫമസലുഹു കമസലി സഫ്വാൻ, അവന്റെ ഉദാഹരണം ഒരു മിനുസമുള്ള പാറയെപ്പോലെയാണ്. അലൈഹി തുറാബുൻ, ആ പാറയ്ക്ക് മുകളിൽ, മൊട്ടപ്പാറയ്ക്ക് മുകളിൽ കുറച്ച് മണ്ണുണ്ട്. ഫഅസ്വാബഹു വാബിലുൻ, ഒരു പേമാരി ആ പാറയെ മേൽ ബാധിച്ചു. ഒരു പേമാരി ആ പാറയ്ക്ക് മുകളിൽ അവിടെ അടിച്ചു വീശി. ഫതറകഹു സുൽദ, അതിനെ, ആ മണ്ണിനെ അടിച്ചു നീക്കിയിട്ട് അതിനെ പാറ്റി കളഞ്ഞിട്ട് ആ പാറയെ ഒരു മുട്ടപ്പാറയാക്കി മാറ്റി. അതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ പിന്നെ ഇതുപോലെ ധൂളികളാക്കി കളയരുത്. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു, അവരെ സംബന്ധിച്ച് അവർ അനുഷ്ഠിച്ച അവരുടെ പ്രതിഫലം, ആ പ്രതിഫലം അവർക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല അവരിൽ നിന്ന് മാറ്റിക്കളയും. അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കാതെ അതിനെ തട്ടിക്കളയും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യേണ്ട ദാനധർമ്മം ആളുകൾ അറിയാൻ വേണ്ടിയിട്ടല്ല, ആളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുമല്ല, ആളുകളുടെ വിമർശനം ഭയപ്പെട്ടിട്ടുമല്ല. നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ അമൽ സ്വാലിഹാത്ത് അനുഷ്ഠിക്കേണ്ടത് പടച്ചവന് മാത്രമായിരിക്കണം, പടച്ചവന് മാത്രമായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോ. അല്ലാഹു പറയാ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഫലിയഅമൽ അമലൻ സ്വാലിഹ, അമൽ സ്വാലിഹാത്ത് അവൻ ചെയ്യട്ടെ, സൽക്കർമ്മം അവൻ ചെയ്യട്ടെ. അങ്ങനെ വെറുതെ സൽക്കർമ്മം ചെയ്താൽ പറ്റോ? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ഒരാളെയും ശിർക്ക് വെക്കരുത്, ഒരാളെയും ശിർക്ക് വെക്കരുത്. പടച്ചവർക്ക് മാത്രം ചെയ്യണം, വേറൊരാളെ ശിർക്ക് വെക്കരുത്. ഈ ശിർക്കിനെ പറ്റിയിട്ട് ഉലമാക്കൾ പറഞ്ഞതെന്താ, മുഫസ്സിറുകൾ പറഞ്ഞതെന്താ? ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ പടച്ചവനല്ലാത്ത ഒരാളെ ആരാധിക്കുന്ന ശിർക്കല്ല, അല്ലല്ലാത്ത ഒരാളെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്ത ഒരാളോട് സഹായം തേടുന്ന, അല്ലാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുന്ന ആ ശിർക്കല്ല ഇത്. ഈ ശിർക്ക് ഏതാണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹഫിന്റെ 110-ാമത്തെ ആയത്തിൽ പറഞ്ഞ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ
അവൻ ഒരാളെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ ശിർക്ക് ഏതാണ്? അത് ശിർക്കുൽ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. ചെറിയ ശിർക്കാണ്. ശിർക്ക് രണ്ട് വിധമുണ്ട്. ഒന്നെന്താ? ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക്. ആ വലിയ ശിർക്ക് ചെയ്താൽ യുഖ്രിജു അനിൽ മില്ല, മില്ലത്തിന്ന് പുറത്തു പോകും, മതത്തിന്ന് പുറത്തു പോകും, കാഫിറാവും. എന്നാൽ ശിർക്കുൽ അസ്ഗർ ചെയ്താൽ മതത്തിന്ന് പുറത്തു പോകില്ല, കാഫിറായിട്ട് മരിക്കില്ല, മറിച്ച് ഇസ്ലാമിന്റെ വൃത്തത്തിൽ ഉണ്ടാകും. പക്ഷേ ശിർക്ക് ചെയ്തവനെ പോലെയാണ് അവൻ, ശിർക്ക് ചെയ്തവനെ പോലെയാണ് അവൻ. അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും സ്വീകരിക്കൂല. എന്താണ് ഇപ്പൊ ഈ ശിർക്ക്? മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്തതാണ്. അല്ല മാത്രം കാണാൻ ചെയ്യേണ്ട കാര്യം വേറെ ആരൊക്കെയോ കാണുന്നതും വേറെ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നതും വേറെ ആരൊക്കെയോ മനസ്സിലാക്കുന്നതും എനിക്ക് ഒരു ഇഷ്ടം വന്നു, അത്രേ ഉള്ളൂ. എനിക്കൊരു ഇഷ്ടം വന്നു. പരസ്യമായി ദാനം ചെയ്യുന്ന ആളുകൾ, പരസ്യമായി ദാനം ചെയ്യാമോ? ചെയ്യാം, പരസ്യമായിട്ട് ചെയ്യാം. പക്ഷേ നെയ്യത്തിനെ ശരിക്കും സൂക്ഷിച്ചോളണം. നെയ്യത്ത് ശരിക്കും സൂക്ഷിച്ചോളണം. പരസ്യമായി ചെയ്യുമ്പോൾ അത് കൃത്യമായിരിക്കണം. അത് പ്രചോദനത്തിനായിരിക്കണം പരസ്യമാവേണ്ടത്. ഞാൻ പരസ്യമായിട്ടൊരു ദാനം കൊടുക്കുക, എന്തിനാ? മറ്റുള്ളവർ കൂടി കൊടുക്കാൻ പ്രചോദനാവണം. ആ നെയ്യത്തിൽ നിന്ന് തെറ്റിയാൽ, ആ നെയ്യത്തിൽ നിന്ന് തെറ്റിയാൽ അള്ളാഹു അത് സ്വീകരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. നിങ്ങൾക്ക് മേൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് എന്താണെന്ന് അറിയുമോ? സഹാബികളോട് ചോദിക്കുക, നിങ്ങൾക്ക് മേൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് എന്താണ്? അശ്ശിർകുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ്, ചെറിയ ശിർക്കാണ്. ഖാലു, സഹാബത്ത് ചോദിച്ചു, വമാ ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ചെറിയ ശിർക്ക്? ഖാൽ, അവിടുന്ന് മറുപടി പറഞ്ഞു, അരിയാ, റിയാ ആണ്, ലോകമാന്യമാണ്, പോപ്പുലാരിറ്റി നേടാനുള്ള ആഗ്രഹമാണ്. യഖൂലുല്ലാഹു അസ്സ വജല്ല ലഹും യൗമൽ ഖിയാമത്തി ഇദാ ജുസിയൻ നാസു ബിഅഅമാലിഹിം. ജനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ഈ ആളുകളോട് അല്ലാഹ് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ. ദുനിയാവിൽ ആരെ കാണിക്കാനാണ് നീ ഇത് ചെയ്തത്? അവന്റെ അടുത്തേക്ക് പോയിക്കോളൂ. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ. അവന്റെ അടുത്ത് വല്ല പ്രതിഫലമുണ്ടോ എന്ന് നീ നോക്കിക്കോ, എന്റെ അടുത്ത് നിൽക്കണ്ട. അല്ലാഹ് പറയും, എന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നീ വരണ്ട, എന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വരണ്ട. നീ ഇത് ചെയ്തപ്പോ ദുനിയാവിൽ ചില ആളുകൾ ശ്രദ്ധിക്കാനാണ് ചെയ്തത്, നിനക്ക് പേരുണ്ടാവാനാണ് ചെയ്തത്, നിനക്ക് സന്തോഷിക്കാനാണ് ചെയ്തത്. അവന്റെ അടുത്തേക്ക് പോയിക്കോ, എന്റെ അടുത്തേക്ക് നീ വരണ്ട, ഇതിന്റെ പ്രതിഫലം ചോദിച്ചിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അല്ലാഹ് അങ്ങനെ പറയുന്നാണ്, അങ്ങനെ പറയും. ഏതിന് എത്രത്തോളം അള്ളാന്റെ റസൂല് വിശദീകരിച്ചതിലാണ്. പിന്നെ അബി സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാന്റെ റസൂൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വനഹ്നു നതദാകറുൽ മസീഹുദ് ദജ്ജാൽ. ആ സമയത്ത് ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, മസീഹുദ് ദജ്ജാലിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് റസൂൽ അത് കേട്ടപ്പോ അവരോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനേക്കാൾ എന്റെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം ഏതാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? റസൂലുള്ളാഹിന്റെ അഭിപ്രായത്തിൽ മസീഹുദ് ദജ്ജാലിനേക്കാൾ വിശ്വാസികൾ പേടിക്കേണ്ട കാര്യം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരട്ടെയോ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞതാ. മസീഹുദ് ദജ്ജാലിനേക്കാൾ പേടിക്കേണ്ട ഫിത്ന ഏതാണ്? പറഞ്ഞതാ. ഫഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, അശ്ശിർകുൽ ഖഫീ, ചെറിയ ശിർക്ക്, ഗോപ്യമായ ശിർക്ക്, രഹസ്യമായ ശിർക്ക്. ഏതാ? അൻ യഖൂമ റജുലു യുസല്ലി, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദിൽ റജുലിൻ, മറ്റൊരു മനുഷ്യനെ നോക്കണ കണ്ടപ്പോ ആ നിസ്കാരം ഒന്ന് ഭംഗിയാക്കി. അതാണ് ശിർക്കുൽ ഖഫീ. ഞാൻ നിസ്കരിക്കാൻ നിന്നു, കൈ കെട്ടിയപ്പോഴാണ് എന്റെ നിസ്കാരം ആരൊക്കെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്റെ നിസ്കാരം ഒന്ന് ഭംഗിയാക്കി. ആ ഭംഗിയാക്കിയതാണ് ഗോപ്യമായ ശിർക്ക്, രഹസ്യമായ ശിർക്ക്. അല്ലാഹ് പിന്നെ ആ നിസ്കാരം സ്വീകരിക്കാൻ പോണില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ച് ഇഖ്ലാസോടെ ചെയ്യാത്ത ഒരു സൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കാൻ പോണില്ല. നിങ്ങൾ നോക്കണം, ഞാനൊരു ദാനധർമ്മം ചെയ്തു, ഞാനൊരു സംഭാവന കൊടുത്തു, ഒരു സ്വതക്ക കൊടുത്തു. സ്വതക്ക കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ
എന്റെ മനസ്സിൽ അള്ളാഹ്ക്ക് മാത്രം എന്നത് തെറ്റുന്ന ഒരു ചിന്ത വന്നു. പടച്ചവന് മാത്രം എന്നത് തെറ്റിക്കുന്ന ഒരു ചിന്ത വന്നു. മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. പടച്ചവന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു ചിന്തയെ ഒരു വ്യതിയാനം സംഭവിച്ചു. വേറെ ആരൊക്കെയോ കാണുന്നതും കേൾക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് ആ അമൽ സ്വീകരിക്കില്ല. ആ അമൽ അല്ലാഹുവിന് വേണ്ട. ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാഅ. നീയൊക്കെ ദുനിയാവിൽ ആരെ കാണിക്കാനാണ് ഇത് ചെയ്തത്? അവന്റെ അടുത്ത് പോയിട്ട് പ്രതിഫലം ചോദിച്ചോ. എന്റെ അടുത്തേക്ക് വരണ്ട, എന്നോട് ചോദിക്കണ്ട. എനിക്ക് ഈ പുണ്യകർമ്മത്തെ പുണ്യകർമ്മമായ പ്രതിഫലം നൽകാൻ എനിക്കിഷ്ടമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് വിശ്വാസികളെ, ചെയ്യുന്ന കാര്യങ്ങൾ പടച്ചവന് വേണ്ടി മാത്രം ചെയ്യാം. വേറെ ഒരാൾക്കും വേണ്ടി ചെയ്യണ്ട, ഒരാളുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യണ്ട, ഒരാളുടെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണ്ട. അത് വ്യക്തിക്കായാലും സംഘടനക്കായാലും നേതാക്കന്മാർക്ക് വേണ്ടിയായാലും പണ്ഡിതന്മാർക്ക് വേണ്ടിയായാലും നമ്മൾ മനസ്സിലാക്കിക്കോ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സാധനമാണ് ഇബാദത്ത്. ആ ഇബാദത്ത്, ആരാധന, അത് വേറെ എന്തെങ്കിലും ഒരു സ്വാധീനം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മുനാഫിക്കിന്റെ രോഗം നമ്മൾ പേറി. മുനാഫിക്കിന്റെ രോഗം, റിയാഇനെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞതാ. മുനാഫിക്കിന്റെ രോഗം ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത് അള്ളാഹു അതാണ് പറഞ്ഞത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്. നിശ്ചയമായിട്ടും മുനാഫിക്കുകൾ അള്ളാഹനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. മുനാഫിന്റെ പണി എന്താ? പടച്ചവനെ വഞ്ചിക്കാൻ നോക്കുകയാണ്. പടച്ചവൻ അവരെ വഞ്ചിക്കുന്നു. വഹുവ ഖാദിഉഹും. എന്നാൽ അള്ളാഹു തിരിച്ചവരെയാണ് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. വഞ്ചന അള്ളാഹിലേക്ക് ചേർത്താൽ എങ്ങനെ പറയണം? തിരിച്ചടി എന്ന് മനസ്സിലാക്കണം. അള്ളാനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സ്വയം വഞ്ചിതരാകുകയാണ്. അവർക്ക് വഞ്ചിക്കാൻ കഴിയാത്ത ഒരുത്തനെയാണ് അവർ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്ത് ഖാമൂ ഖുസാല. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ മടിയന്മാരായിട്ടല്ലാതെ അവർ നിസ്കരിക്കൂല. ആരാധന ആത്മസംതൃപ്തിയോടെ നിർവഹിക്കൂല. ആ ഇടങ്ങറായിട്ട് ഗതികെട്ടിട്ട് അങ്ങനെയാണ് അവർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. യുറാഊനന്നാസ്. ജനങ്ങളെ കാണിക്കാനാണ് അവൻ നിസ്കരിക്കാൻ നിന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. പടച്ചവനെ കുറച്ചല്ലാതെ അവനൊന്നും ദിക്ർ ചെയ്യുന്നുമില്ല. അല്ലാഹ് പറഞ്ഞതാ. മുനാഫിക്കിനെ നരകത്തിലേക്ക് പോണ കാര്യം എന്താ? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന ഏർപ്പാട് അവനിൽ വന്നു. ആ ഏർപ്പാടിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു തആല അവനിൽ നിന്ന് അമൽ സ്വാലിഹാത്ത് സ്വീകരിച്ചില്ല. അവന്റെ അമൽ സ്വാലിഹാത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അത് വിദൂരമായി തള്ളിക്കളഞ്ഞു. മൂന്നാമത്തെ ഷർത്തത. ഈ 3 ഷർത്ത് ഉണ്ടെങ്കിലേ, ഈ 3 ഷർത്തോടു കൂടി അമൽ ചെയ്താലേ ഒരു കാര്യം അമൽ സ്വാലിഹാത്തായിട്ട് അല്ലാഹു സ്വീകരിക്കൂ. അപ്പൊ ഈമാൻ വേണം, നല്ല പ്രതിഫല മോഹം വേണം, പരലോകത്തിൽ ഉറച്ച വിശ്വാസം വേണം, നരകവും സ്വർഗത്തെ പറ്റിയിട്ട് ഉറച്ച ധാരണ വേണം, അള്ളാഹുവിന്റെ ഇഷ്ടവും കോപത്തെയും പറ്റിയിട്ട് ബോധം വേണം. എന്നിട്ട് വേണം ഒരു അമല് ചെയ്യാൻ. അള്ളാഹുവെ നീ എനിക്ക് സ്വീകരിക്കണേ, പ്രതിഫലം തരണേ എന്ന പ്രാർത്ഥനയോടെ തന്നെ ഈമാനോട് അമല് ചെയ്യണം. രണ്ടാമത്തതോ ഇത്തിബാ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇത് 3ഉം ചേർന്നിട്ട് ഒരു നിസ്കാരം നിസ്കരിച്ചാലേ ആ നിസ്കാരം അല്ലാഹ് പരലോകത്തെ അമൽ സ്വാലിഹാത്തായിട്ട് സ്വീകരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ അമൽ സ്വാലിഹാത്ത് സ്വീകരിക്കില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈമാനും ഇത്തിബാഉം. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഒരുവിധം അത് ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് പറ്റുന്ന പാളിച്ച ഇഖ്ലാസിന്റെ രംഗത്താണ്. പടച്ചോൻ മാത്രം കണ്ടാൽ മതി, അവൻ മാത്രം അറിഞ്ഞാൽ മതി, അവൻ മാത്രം കണക്ക് വെച്ചാൽ മതി. ഈ ഒരു ചിന്ത ഇതിലേക്ക് പോകണം. അങ്ങനെ അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആ നമ്മുടെ കൈകളിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കൂ. അങ്ങനെ ചെയ്യാതെ വേറെ എന്തെങ്കിലും ദുന്യവിയായിട്ടുള്ള ഒരു മോഹം ഒരു അമൽ സ്വാലിഹാത്തിന്റെ പിന്നിലുണ്ടായാൽ
പിന്നിലുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നാട്ടിൽ മുഴുവൻ വലിയ വലിയ പുണ്യഗേഹങ്ങൾ പണിത് കൊടുക്കുന്ന ആളുകളെ കാണാം. വലിയ പള്ളികൾ, വലിയ മദ്രസകൾ, അതുപോലെ തന്നെ വലിയ വലിയ സംരംഭങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളെ കാണാം. അവരുടെയൊക്കെ ആ പണി കഴിഞ്ഞാൽ വലിയ ഒരു ബോർഡ് തൂങ്ങും അവൻ്റെ ഒക്കെ പേരിൽ. വലിയ ഒരു പേര് തൂങ്ങി വെക്കും. ഇത് പണിത് കൊടുത്തത് ഇന്നാൾ. അത് രണ്ട് ചിന്തക്കുണ്ടാകും. ഒന്ന്, ഞാൻ മരിച്ചാലും ഇത് പണിത് കൊടുത്തത് ഞാനാണെന്ന് കണ്ട് ആളുകൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് തേടണം. ഇത്ര ഉള്ളെങ്കിൽ അത് സൽക്കർമ്മമാണ്. ഇത്ര ഉള്ളോ ആ ചിന്ത എങ്കിൽ അത് സൽക്കർമ്മമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറം ഞാനാണ് ഇത് ചെയ്തു കൊടുത്തത് എന്ന ഒരു അറിവ് ജനങ്ങൾക്കുണ്ടാകണം എങ്കിൽ, ആ ഒരു ചിന്തയാണ് വന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, പരലോകത്ത് ആ പണിത പള്ളിന്റെ ഓഹരി വാങ്ങാൻ പോകണ്ട. പരലോകത്ത് ആ പണിത് കൊടുത്ത മദ്രസയുടെയും ആ പണിത് കൊടുത്ത ഇസ്ലാമിക നന്മയുടെ ഗേഹങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ നമ്മൾ അങ്ങോട്ട് പോകണ്ട. അത് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു തആല തരൂല. അല്ലാഹു അത് തരില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവനോട് ചോദിക്കും, നീ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്തത്? നീ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്തത്? ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ. ദുനിയാവിൽ ആരെ കാണിക്കാനാ നീ ചെയ്തത്? അവന്റെ അടുത്തേക്ക് പോയിക്കോ. ഫൻദുറു ഹൽ തജിദു ഇൻദഹും ജസാഅ. അവന്റെ അടുത്ത് വല്ല പ്രതിഫലം ഉണ്ടോ എന്ന് നോക്കിക്കോ. എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയും. ഇത് എല്ലാ കാര്യത്തിനും. ഒരു നിസ്കാരത്തിന്റെ കാര്യമാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. ശിർക്കാണെന്നാണ് പഠിപ്പിച്ചത്. അള്ളാനെ വേറൊരാളെയും ചേർത്തു. ഒരു അമൽ ചെയ്യുമ്പോൾ അള്ളാഹ്ക്കും കൊടുക്കാൻ വേറൊരാൾക്കും കൊടുക്കുക. ഈ ശിർക്കിന്റെ രൂപം അതിലുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു മാ നഹാ അൻഹു ശർഅ മിമ്മാ ഹുവ ദരീഅത്തുൻ ഇല ശിർക്കിൽ അക്ബർ. അത് ശിർക്കുൽ അക്ബറിലേക്കുള്ള വഴിയാണ്. വവസീലത്തുൻ ലിൽ വുഖൂഇ ഫീഹി, അതിൽ ആപ്പതിച്ചു പോകാനുള്ള വഴിയാണ്. വഹുവ ഗൈറു മുഖ്രിജും മിനൽ മില്ലത്തിൽ ഇസ്ലാം, ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് അവൻ പുറത്തു പോകുന്നില്ലെങ്കിലും അവൻ വലിയ ശിർക്കിലും വലിയ ശിർക്കിന്റെ കേന്ദ്രങ്ങളിലും അവൻ വീണു പോകാൻ സാധ്യതയുള്ള കാര്യമാണ് അത് എന്ന് ഉലമാക്കൾ പറഞ്ഞത്. ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ ശിർക്കിൽ നിന്ന് നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളിൽ ഒരു തരിമ്പ് പോലും റിയാ കടന്നു വരാതെ പടച്ചവന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനുള്ള ഈമാനും ഇഖ്ലാസും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ശിർക്കുൽ അക്ബർ പോലെ തന്നെ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപമാണ് ശിർക്കുൽ അസ്ഗർ. ഒന്ന് ദുനിയാവിൽ കാഫറാകുന്നില്ല, മറ്റൊന്ന് ദുനിയാവിൽ തന്നെ കാഫറാകുന്നു. ഇതാണ് ആകപ്പാട് അത് തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹുവിൻ്റെ അടുത്ത് രണ്ടും ശിർക്കാണ്, രണ്ടും പാപമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ രണ്ട് ശിർക്കുള്ള ആളുകളുടെയും അമൽ സ്വീകരിക്കില്ല. ശിർക്കുൽ അക്ബർ ഉള്ള ആളുടെ അമൽ ഹബാ മൻസൂറ, അള്ളാഹു ധൂളികളാക്കി പാറ്റിക്കളയും. ഷിർക്കുൽ അസ്ഗർ ഉള്ള ആളുകളുടെ അമലുകളോ ആർക്ക് വേണ്ടിയിട്ട് ചെയ്തോ അവിടെ പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അതിനെയും അവന് ഉപകാരമില്ലാത്ത വിധത്തിൽ നിഷ്ഫലമാക്കി കളയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിക പ്രമാണം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ശിർക്കിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ നിശ്ചയമായിട്ടും ഞാൻ അഊദു ബിക, നിന്നോട് അഭയം തേടുകയാണ്, അൻ ഉശ്രിക ബിക വഅന അഅലം, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ ശിർക്ക് ചെയ്യുന്നതിനോട് നിന്നോട് ഞാൻ അഭയം തേടാണ്. അറിഞ്ഞിട്ട്
ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ ശിർക്ക് ചെയ്തു പോയതിനെ തൊട്ട് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, പാപമോചനം തേടുകയാണ്. റബ്ബേ, അറിഞ്ഞു ചെയ്ത ശിർക്കിന് ഞാൻ നിന്നോട് ഞാൻ അഭയം തേടാണ്. അങ്ങനെ ഒരു ശിർക്ക് എന്നിൽ വരാതിരിക്കാൻ നിന്നോട് ഞാൻ അഭയം തേടാണ്. ഇനി അറിയാതെ എന്നിൽ ശിർക്ക് വന്നിട്ടുണ്ടെങ്കിലോ ഞാൻ ഇപ്പൊ തന്നെ ഇസ്തിഗ്ഫാർ തേടാണ്. നീ എനിക്ക് പുറത്തു തരണേ, പരലോകത്തേക്ക് അത് നീട്ടിവെക്കല്ലേ എന്ന് ഞാനിതാ നിന്നോട് തേടാണ്. റസൂലുള്ളാന്റെ പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ ഒരു തുള്ളി ശിർക്ക് വരാത്ത മനുഷ്യൻ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടാത്ത ഒരു ചിന്തയുടെ തരിമ്പ് ഹൃദയത്തിൽ പ്രവേശിക്കാത്ത അഷ്റഫുൽ ഖൽഖായ മനുഷ്യൻ, സൃഷ്ടികളിലെ പവിത്രമായ പരിശുദ്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനോട് ചോദിക്കാണ്, പടച്ചോനെ, അറിഞ്ഞ് ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നിന്നോട് അഭയം തേടാണ്, അറിയാതെ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ തന്നെ ഞാൻ ഇസ്തിഗ്ഫാർ തേടാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ പ്രാർത്ഥിക്കണം? നമ്മൾ അറിയാതെയാണ് ശിർക്കുൽ അസ്ഗർ ആര് കൊണ്ടുവരാ? ശൈത്താൻ കൊണ്ടുവരാ. നമ്മളുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ദാനം ചെയ്യാൻ എടുക്കുന്ന സമയം വരെ നല്ല ഇഖ്ലാസ് ഉണ്ടായിട്ടുണ്ടാവും. നമസ്കാരത്തിന് കൈ കെട്ടുന്നത് വരെ നല്ല ഇഖ്ലാസ് ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും സൽക്കർമ്മത്തിന്, ഹജ്ജിനും ഉംറക്കും പുറപ്പെടുന്നത് വരെ നല്ല ഇഖ്ലാസ് ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വെച്ചാണ് ശൈത്താൻ വന്ന് ആ ഇഖ്ലാസിനെ റിയായിലേക്ക്, ഷിർക്കുൽ അസ്ഗറിലേക്ക്, ചെറിയ ഷിർക്കിലേക്ക് അതിനെ വഴിതിരിച്ചു വിടാൻ പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ബദ്ധശ്രദ്ധ എന്ന് നമ്മൾ പറയുമല്ലോ, ആ ബദ്ധശ്രദ്ധ ഉണ്ടാവണം. അമൽ സ്വാലിഹാത്തുകൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴേക്കും ശൈത്താനിൽ നിന്ന് അഭയം തേടുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുക. ഒരാളെയും കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നതിനെ നമ്മൾ വെറുക്കുക. ഒരാളും അറിയാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യുന്നത് നമ്മൾ വെറുക്കുക. അത് മനസ്സിന്റെ ചീത്ത ചിന്തയായി നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ ഒരു ആരെങ്കിലും മനസ്സിലേക്ക് വന്നാൽ അതവിടെ വെച്ച് നിർത്തുക. ഞാനൊരു 100 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു തെറ്റായ ചിന്ത, ആളുകൾ കാണല്ലേ, ഞാൻ കുറച്ചു കൊടുത്താൽ പറ്റൂലല്ലോ, തെറ്റായ ചിന്ത വന്നാൽ അതവിടെ വെക്കുക. എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, ഈ റിയാഇന്റെ ചിന്തയിൽ നിന്ന് എന്നെ നീ മാറ്റണേ. അത് മാറി എന്ന് ഉറച്ചതിന് ശേഷമേ പിന്നെ ആ 100 രൂപ നമ്മൾ കൊടുക്കാവൂ. അല്ലെങ്കിൽ ഒരു നമസ്കാരം, അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന സമയത്ത് മനസ്സിലേക്ക് അല്ലാഹു മാത്രം എന്ന ചിന്തയെ തെറ്റിക്കുന്ന വേറെ എന്തെങ്കിലും ഒരു ചിന്ത വന്നാൽ അപ്പം നിർത്തുക, പിന്നെ അത് കൊടുക്കരുത്. നിർത്തിയിട്ട് പ്രാർത്ഥിക്കുക. ആദ്യം ശൈത്താനിന് അഭയം തേടണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം തേടണം. എന്നിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഇത് സ്വീകരിക്കണേ, റിയാ വരാതെ നോക്കണേ എന്ന് അഭയം തേടിയിട്ട് നേരെ അതിനുശേഷം ചെയ്യാൻ പാടുള്ളൂ. അത്രക്കും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളിൽ ഒരു നിലക്കും തരിമ്പ് പോലും റിയാ കടന്നു വരാതെ പടച്ചവന്റെ വജ്ഹ് മാത്രം കൊതിച്ചും ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും പ്രവർത്തിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏറ്റവും നല്ല സൽക്കർമ്മം, അള്ളാഹു തൃപ്തിപ്പെട്ട, പൊരുത്തപ്പെട്ട, സ്വീകരിച്ച ഏറ്റവും നല്ല സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന വേളയിൽ ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടെ മരിച്ച് ഈമാനോടെ ഉയർത്തെഴുന്നേറ്റ് ഈമാനോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാനുള്ള സമ്പാദ്യം ഈ ദുനിയാവിൽ ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഗുരുനാഥന്മാർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ,
നമ്മുടെ സ്നേഹിതന്മാർ, അയൽവാസികൾ, സഹപ്രവർത്തകർ, സഹോദരങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകരോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളെ തൊട്ടും അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുന്ന, ഉടലെടുക്കുന്ന, വളർന്നു വരുന്ന എല്ലാ ഫിത്നകളെയും ചെറുക്കാനും തോൽപ്പിക്കാനും അതിന്റെ ദുസ്വാധീനത്തിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ നാടിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.